ഹായ് ഗുഡ് മോർണിംഗ് ആൾ. സോ ഞാൻ എൻ്റെ ആക്നെ ജേർണീനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി. എല്ലാ സ്കിൻ കെയറിലും ഞാൻ പറയാറുണ്ട് ഓയിലി സ്കിന്നിനെ പറ്റിയ ആക്നെ പ്രോൺ സ്കിന്നിനെ പറ്റിയ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല, വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ഇതുപോലെയായിരുന്നു എൻ്റെ സ്കിൻ കാണാൻ. ആൻഡ് സോ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. കുറച്ച് ടൈമൊന്നുമല്ല, ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് എനിക്കിതുപോലെ ആക്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ ആക്നെ റെമഡി ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നീം ലീവ്സ്, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും ആൻഡ് ഓൾസോ നല്ല പച്ചമഞ്ഞളും അതൊക്കെ അമ്മയിലിട്ട് അരച്ച് അതായിരുന്നു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോ റിസൾട്ട്. ഒരു രീതിയിലും എനിക്കെൻ്റെ ആക്നെ പോയില്ല, മറിച്ച് ഒരു ചെറിയ രീതിയിൽ ടാന് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. അതല്ലാതെ എനിക്ക് ഭയങ്കര വലിയ ആക്നെ ആയിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ബംസ് പോലെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുരുക്കളായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും തന്നെ അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഒരു പെർമനൻ്റ് ആയിട്ട് എനിക്ക് മാറിയില്ല. അങ്ങനെ ഇടുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ചെറുതായിട്ട് ഇങ്ങനെ കുറയും, അത് കഴിഞ്ഞാൽ പിന്നെ അത് വരും, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ ഞാൻ പിന്നെയും അത് കുറേ കാലം യൂസ് ചെയ്തു. കാരണം വേറൊരു സൊല്യൂഷൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇത് തന്നെയാണ് പിന്നെയും കുറേ കാലം യൂസ് ചെയ്തത്. അപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറയും, അപ്പോൾ ഞാൻ നിർത്തും, പിന്നെയും വരും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അപ്പം അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കടലമാവ് അതുപോലെ അങ്ങനെയുള്ള ഓരോ പൊടികളൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ആഫ്റ്റർ ഓൾ എൻ്റെ സ്കിന്നൊട്ടും ഒരു ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയിരുന്നില്ല മുമ്പ്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയിരുന്നില്ല. ഒരു കോമ്പിനേഷൻ എന്നും പറയാൻ പറ്റില്ല, എനിക്കൊരു കുറച്ച് ഡ്രൈ പോലത്തെ സ്കിന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ ഓരോ കയ്യിലിരിപ്പും സാധനങ്ങൾ തേക്കലും ഒക്കെ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അത് എക്സ്ട്രീം ഓയിലി ആയിട്ട് മാറിയത്. അതുവരെ വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിന്നായിരുന്നു, പിന്നെ അത് എക്സ്ട്രീം ഓയിലി എന്ന് പറയുന്ന